നമസ്കാരം. ഞാൻ മേശവിരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സന്ദർശക വിസയിൽ ജോലി ചെയ്യിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി UAE. കൃത്യമായ തൊഴിൽ രേഖകൾ ഇല്ലാതെ ആളുകളെ ജോലി ചെയ്യിപ്പിച്ചാൽ 1 മില്യൺ ദിർഹം വരെ പിഴയാക്കുന്ന തരത്തിൽ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി. രാജ്യവ്യാപകമായി പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. സന്ദർശക വിസയിൽ എത്തുന്നവരെ ജോലിക്ക് നിയമിക്കുകയും അവരുടെ സന്ദർശക വിസ കാലാവധി തീരുന്നതുവരെ ജോലി ചെയ്യിച്ച് ശമ്പളം നൽകാതെ കബളിപ്പിക്കുകയും ചെയ്യുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണ് അധികൃതരുടെ ഇടപെടൽ. ജോലിക്കായി രാജ്യത്തെത്തുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തൊഴിൽ നിയമത്തിൽ അധികൃതർ ഭേദഗതി വരുത്തി. ഇനി മുതൽ ഇത്തരത്തിൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് തൊഴിൽ വിസ നൽകാതെ ജോലിക്ക് നിയമിച്ചാൽ കമ്പനികൾക്ക് 1 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ലഭിക്കും. നേരത്തെ 50,000 മുതൽ 2 ലക്ഷം വരെയായിരുന്നു ഇത്തരക്കാർക്ക് ലഭിക്കുന്ന പിഴ. ഇതാണ് വർദ്ധിപ്പിച്ചത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ആളുകളെ ജോലി ചെയ്യുന്നത് കണ്ടെത്താൻ പരിശോധനകൾ വ്യാപകമാക്കാനും തീരുമാനമായിട്ടുണ്ട്. സന്ദർശക വിസയിൽ UAE ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. 24 ദുബായ്. ടിക്കറ്റ് നിരക്കിലെ വൻ വർധനവിന് പുറമെ പ്രവാസികൾക്ക് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രഹരം. UAE നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് പരമാവധി 30 കിലോയിൽ നിന്ന് 20 കുറച്ചു. നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ഇനി 20 കിലോയിൽ കൂടുതലുള്ള ബാഗേജിന് അധിക തുക നൽകണം. കോർപ്പറേറ്റ് ബുക്കിംഗിൽ നേരത്തെ ഉണ്ടായിരുന്ന 30 കിലോ ബാഗേജ് അലവൻസ്, എക്സ്പ്രസ്, വാല്യൂ, ഫ്ലെക്സി എന്നിവയ്ക്ക് തുല്യമായി 20 കിലോഗ്രാമാക്കി ചുരുക്കിയതായാണ് കമ്പനി വിശദീകരിക്കുന്നത്. വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, മറ്റ് ചാനലുകൾ വഴിയുള്ള ബുക്കിംഗ് എന്നിവയെ ഈ മാറ്റം ബാധിക്കില്ല എന്ന് കമ്പനി വ്യക്തമാക്കി. എന്നാൽ UAE നിന്നുള്ള യാത്രക്കാർക്ക് ഈ ബുക്കിംഗിലും 20 കിലോ മാത്രമാണ് സൗജന്യ ബാഗേജ് അനുമതി ലഭിക്കുക. ഓഗസ്റ്റ് 19 ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് കുറഞ്ഞ ഭാരത്തിലുള്ള ലഗേജ് കൊണ്ടുപോകേണ്ടി വരിക. എന്നാൽ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഈ നിയന്ത്രണം ബാധകമാകില്ല. ഇതുവരെയായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് കോർപ്പറേറ്റ് ക്ലാസ്സും എക്സ്പ്രസ് ക്ലാസ്സും ഉണ്ടായിരുന്നു. എക്സ്പ്രസ് ക്ലാസ്സിന് ഓൾറെഡി 20 kg ആണ് അലവൻസ് ഉണ്ടായിരുന്നത്. കോർപ്പറേറ്റ് ക്ലാസ്സാണ് നമുക്ക് 30 കിട്ടുന്നുണ്ടായിരുന്നത്. അത് 30 എന്നുള്ളത് 20 ചുരുക്കിയിട്ടുണ്ട്. അത്രയുള്ള വ്യത്യാസം. അതോടൊപ്പം തന്നെ അത് UAE നിന്ന് മാത്രമാണ് ഇപ്പം ആ ഒരു ക്ലാസ് ചേഞ്ചസ്, ലഗേജ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള GCC കൺട്രീസിലൊക്കെ ഇപ്പോഴും കോർപ്പറേറ്റ് ക്ലാസ്സിന് 30 kg ആണ് ഉണ്ട്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. ഓഗസ്റ്റ് 19 ഓൺവേർഡ്സ് ഉള്ള ബുക്കിങ്ങിലുള്ള ഒരു റൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അതിലൊരു ഇപ്പോഴും ഇന്റേണലി ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും റീതിങ്ക് ചെയ്യും എന്നുള്ളൊരു ചെറിയൊരു അൺഒഫീഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് അറേഞ്ച്മെന്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും പോകുന്നവർ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് 20 ആണെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അഡീഷണൽ 5 10 15 ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ലഗേജിന്റെ ഭാരം കുറച്ച നടപടി UAE നിന്നുള്ള സാധാരണ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. UAE നിന്നുള്ള സർവീസുകൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരം നിയന്ത്രണം കൊണ്ടുവന്നത് എന്നതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കമ്പനി ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതേസമയം അധിക ഭാരത്തിന് ഈടാക്കുന്ന നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് യാത്രക്കാർക്ക് നേരിയ ആശ്വാസം നൽകുന്നത്. 24 ദുബായ്. വ്യാജ പരാതി നൽകണമെന്ന ആവശ്യം നിരസിച്ചതിന് സ്ഥാപന ഉടമ കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപണം. ദുബായിൽ ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശിക്കെതിരെയാണ് തിരൂർ സ്വദേശിയായ സ്ഥാപന ഉടമ അഡ്വക്കേറ്റ് ജംഷാദ് കേസ് കൊടുത്തത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2023 ദുബായിലെ ഒരു കമ്പനിയിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ടാണ് പ്രജിത ദുബായിലേക്ക് എത്തിയത്. തിരൂർ സ്വദേശിയുടെ ആ കമ്പനിയിൽ എത്തിയത് മുതലാണ് ചതിയുടെ കഥ ആരംഭിക്കുന്നത്. ആദ്യം അവർ എന്താണ് നിന്നോട് പറഞ്ഞത്? എന്ത് ജോലിക്കാണ് ഇവിടെ എത്തുന്നതെന്ന് പറഞ്ഞത്? പിന്നീട് എന്താ സംഭവിച്ചത്? അവൻ എന്നോട് പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവൻ്റെ കാര്യങ്ങളും അവൻ്റെ വേറെ 2 സ്റ്റാഫുകളുണ്ടാവും, അവർക്ക് നല്ല ഹോംലി ഫുഡ്, നാടൻ ഫുഡാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരു 17 സ്റ്റാഫായിട്ട് മാറി. അതിനിടയിലാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവന് നാട്ടിലൊരു പയ്യനായിട്ട് ശത്രു ഉണ്ട്, അപ്പോൾ അത് അവനെ എൻ്റെ മോളെ വെച്ചിട്ട് ചാറ്റ് ചെയ്യുക, അവളെ കൂടെ അവൻ്റെ കൂടെ മോളെ വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ പോക്സോ കേസിൽ അകത്താക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്നോട് പറഞ്ഞു. അതായത് നിങ്ങളുടെ മകളുമായി ഈ പറഞ്ഞ കക്ഷിക്ക് അതിരുവിട്ട ബന്ധമുണ്ട് എന്ന് പുറത്ത് പറയണമെന്നും പോക്സോ കേസ് കൊടുക്കണമെന്നുമാണ് അയാൾ അവര് മോള് ആ പയ്യനെ ചാറ്റ് ചെയ്യണം, എന്നിട്ട് അവര് മിങ്കിളാവണം, പുറത്ത് പോകണം, എന്നിട്ട് ഫോട്ടോസ് എടുക്കണം, എന്നിട്ട് അത് വെച്ചിട്ട് മോള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം ഇവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളുടെ മോൻ്റെ ചികിത്സയ്ക്ക് എത്ര പൈസ വേണമെങ്കിലും അതിന് തരാമെന്ന് പറഞ്ഞു. അപ്പം മകൻ അസുഖബാധിതനാണോ? അതെ.
അവനൊരു കിഡ്നി പേഷ്യൻ്റാണ്. ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞില്ല, അപ്പൊ എന്തായിരുന്നു ഈ കക്ഷിയുടെ മറുപടി? അത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാണ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, എന്ത് വന്നാലും ഞാൻ നോക്കും, ഞാനൊരു വക്കീലല്ലേ. അവൻ പറഞ്ഞതിൻ്റെ റെക്കോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു ഏട്ടനോട് പറഞ്ഞു, മോള് ഇപ്പം തന്നെ കയറി പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചതി ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ടിക്കറ്റൊക്കെ എടുത്ത് എയർപോർട്ടിലെത്തിയപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് അബ്സ്കോണ്ട് ചെയ്തിരിക്കുന്നത്. അന്ന് നിങ്ങൾ സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണോ ഈ കേസുകൾ, ഈ അബ്സ്കോണ്ടിങ് നീക്കിയതും ഇവിടുന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഇതിലേക്ക് എത്തിയത്? അതെ. ഇപ്പോഴെന്താ നിങ്ങളുടെ അവസ്ഥ? ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഞാൻ വിസിറ്റ് എടുത്ത് വന്നു. പിന്നെ ഒരു മാസം വിസിറ്റ് ഒമാനിൽ ബസ്സിൽ പോയി പുതുക്കി. പിറ്റത്തെ മാസം ഞാൻ എയർപോർട്ട് വഴി പുതുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ വന്ന് അവൻ എൻ്റെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, ATM അവൻ്റെ കയ്യിൽ, ചെക്ക് ബുക്കൊക്കെ അവരെ ചെക്ക് ബുക്ക് ഞാൻ കണ്ടിട്ടുമില്ല, സൈൻ ചെയ്തിട്ടുമില്ല. പക്ഷേ ഇവർ അക്കൗണ്ടിൽ 15,000 ദിറംസ് ഇട്ടിട്ട് വലിക്കുന്ന പരിപാടിയായിരുന്നു. ഇപ്പോൾ ഈ ചെക്ക് കേസ് അവിടെ ട്രാവൽ ബാൻ ആയിട്ട് കിടക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വെച്ചാൽ എൻ്റെ മക്കൾക്ക് വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവൻ നന്നായിട്ട് നാറ്റിച്ചിട്ടുണ്ട്. അത് കാരണം നാട്ടിൽ നിൽക്കാൻ വയ്യ. വയസ്സുള്ള മകൻ അമ്മയെ കാത്തിരിക്കുകയാണ്. അതിലെല്ലാം ഉപരി ആ മകൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമെങ്കിലും ഈ അമ്മ നാട്ടിലെത്തിയേ മതിയാകും. ഇനി എന്തു ചെയ്യുമെന്നാണ് പ്രജിത ചോദിക്കുന്നത്. ദുബായിൽ നിന്നും ശരചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അബുദാബിയിൽ മലയാളി യുവാവിനെ 3 മാസമായി കാണാനില്ല എന്ന് പരാതി. തിരുവനന്തപുരം സ്വദേശി ഡിക്സൺ സെബാസ്റ്റ്യനെയാണ് കാണാതായത്. മെയ് 15 മുതലാണ് വിഴിഞ്ഞം പുതിയതുറ സ്വദേശി ഡിക്സൺ സെബാസ്റ്റ്യനെ കാണാതായത്. കഴിഞ്ഞ ഡിസംബറിൽ അബുദാബിയിലെ ഒരു മൊബൈൽ കടയിലേക്ക് ടെക്നീഷ്യനായി ജോലി ലഭിച്ചെത്തിയതായിരുന്നു ഡിക്സൺ. മെയ് മാസം വരെ വീട്ടിലേക്ക് വിളിക്കുകയും പണം അയക്കുകയും ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. മെയ് 15 വൈകിട്ട് ചായ കുടിക്കാനായി സമീപത്തെ ഹോട്ടലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഡിക്സൺ മൊബൈൽ ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങിയത്. പിന്നീട് ഡിക്സനെ കുറിച്ച് ഒരു വിവരം ലഭിച്ചിട്ടില്ല. രാത്രി വൈകിയും കാണാത്തതിനെ തുടർന്ന് കടയുടമകളാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. തുടർന്ന് വിവിധയിടങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. അന്നു മുതൽ ഡിക്സന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അബുദാബി ഇന്ത്യൻ എംബസി, നോർക്ക, ശശി തരൂർ MP, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഒരു മറുപടി പോലും ഇതുവരെ ലഭിച്ചില്ല എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും നോർക്കയിലും പ്രാദേശിക MP ശശി തരൂരിനും പ്രാദേശിക MLAക്കും പരാതി നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ആയതിനാൽ തന്നെ എത്രയും വേഗം എൻ്റെ സഹോദരനെ കണ്ടുകിട്ടുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഡിക്സനെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. 24 അബുദാബി. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അബ്ദുറഹീമിന്റെ ജയിലിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രം 24 ലഭിച്ചു. നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിന് വേണ്ടിയെടുത്ത ഫോട്ടോയാണ് ലഭിച്ചത്. പബ്ലിക് പ്രോസിക്യൂഷനിലുള്ള ഫയൽ കോടതിയിൽ എത്തിയ ഉടനെ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പേരും ട്രേഡ് മാർക്കും ഉപയോഗിച്ചുള്ള 6.5 ലക്ഷം വ്യാജ ഉൽപ്പന്നങ്ങൾ റാസൽ ഖൈമ പോലീസ് പിടിച്ചെടുത്തു. റാസൽ ഖൈമയിലെ 2 വെയർഹൌസുകളിലായിട്ടാണ് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഒരാഴ്ചയോളം വെയർഹൌസുകളുടെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ 3 പേരും അറബ് വംശജരാണ്. കുവൈറ്റിൽ മംഗഫ് തീപിടുത്ത കേസിന്റെ ഫയൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷന് കൈമാറി. 49 പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതാണെന്നും അട്ടിമറി സാധ്യത ഇല്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. കുവൈറ്റിൽ 49 പേരുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീപിടുത്ത കേസിന്റെ ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷന് കൈമാറി. തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതാണെന്നും സംഭവത്തിൽ കുറ്റകൃത്യം സംശയിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതാണെന്ന് കണ്ടെത്തുകയും ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷന് കൈമാറിയതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ജൂൺ 12-നുണ്ടായ തീപിടുത്തത്തിൽ 44 ഇന്ത്യക്കാർ ഉൾപ്പെടെ 49 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ജീവൻ നഷ്ടമായ 49 പേരുടെ ആശ്രിതർക്കും 8 ലക്ഷം രൂപ വീതം NBTC അടിയന്തര സഹായം നൽകിയിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എല്ലാ ജീവനക്കാർക്കും അടിയന്തര സാമ്പത്തിക സഹായമായി 1000 ദിനാർ വീതവും വിതരണം ചെയ്തിരുന്നു.
ശേഷം ഇവരുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ NBTC അധികൃതർ കുവൈറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു. തങ്ങളുടെ ജീവനക്കാർ എല്ലാവരും ഒരു കുടുംബമാണെന്നും കുടുംബത്തിൻ്റെ മറ്റു ആവശ്യങ്ങളിൽ കമ്പനി എപ്പോഴും കൂടെയുണ്ടാകുമെന്നും ജീവൻ നഷ്ടമായ സഹോദരങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷയുടെ തുക, മറ്റ് സേവന ആനുകൂല്യങ്ങൾ, ആശ്രിതർക്ക് ജോലി എന്നിവ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി നടപ്പിലാക്കി വരികയാണെന്നും NBTC മാനേജിംഗ് ഡയറക്ടർ KG അബ്രഹാം വ്യക്തമാക്കി. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. കുവൈറ്റിൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരെ പിടികൂടാൻ ക്യാമ്പയിനുകൾ തുടർന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ്സ് കൺട്രോൾ. പരിശോധനയിൽ 15 കിലോഗ്രാം വിവിധ മയക്കുമരുന്നുകൾ, 60,000 സൈക്കോട്രോപിക് ഗുളികകൾ, 350 കുപ്പി മദ്യം, 3 ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ എന്നിവ പിടിച്ചെടുത്തു. 16 വ്യത്യസ്ത കേസുകളിലായി 25 പ്രതികളെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത വസ്തുക്കളും പ്രതികളെയും തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ഖത്തറിൽ വീടുകൾ കേന്ദ്രമാക്കിയുള്ള ഹോം ബിസിനസ്സുകൾക്കുള്ള ലൈസൻസിംഗ് ഫീസ് 1500 ഖത്തർ റിയാലിൽ നിന്ന് 300 ഖത്തർ റിയാലായി കുറച്ചു. ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കിയതായും അധികൃതർ വ്യക്തമാക്കി. വാണിജ്യ മന്ത്രാലയത്തിലെ കൊമേഴ്സ്യൽ റെക്കോർഡ്സ് ആൻഡ് ലൈസൻസിംഗ് വിഭാഗം മേധാവി ലത്തീഫ അൽ അലിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമെന്ന് ആൻ ആമി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ആൻ തന്റെ കരിയർ സ്വപ്നങ്ങൾ 24-മായി പങ്കുവച്ചു. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രവാസ ലോകത്തിനും അഭിമാനിക്കാനുള്ള ഒരു നേട്ടമുണ്ട്. പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് നേടിയത് ഒരു പ്രവാസിയാണ്, ആൻ ആമി. ഇപ്പോൾ ആൻ ആമി നമ്മോടൊപ്പം ഉണ്ട്. എത്രത്തോളം സന്തോഷത്തിലാണ്? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലാണ്. അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വന്നൊരു അംഗീകാരമാണ്. അതും നാച്ചുറലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു അംഗീകാരം വരുമ്പോൾ ഹാപ്പിനെസ് ഇസ് 2-fold. അപ്പം വെരി വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആസ് വെൽ. ആൻഡ് ഹ്യൂജ് താങ്ക്സ് ടു കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി, ഓൾ ദ ജൂറി മെമ്പേഴ്സ്. പിന്നെ ഇതിൽ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള 2 പേരുകളാണ് അഖിൽ സത്യൻ ആൻഡ് ജസ്റ്റിൻ പ്രഭാകരൻ. ഈ ഒരു നേട്ടത്തിലേക്കുള്ളൊരു യാത്ര അത് എങ്ങനെയായിരുന്നു? ഞാൻ 7 വയസ്സ് മുതലാണ് പാടുന്നത്. ഇവിടെയാണ് ഞാൻ ആദ്യം പാട്ട് പഠിച്ചു തുടങ്ങുന്നത്. സിംഫണി മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അജ്മാനിൽ ശ്യാം സാറിൻ്റെ. ഒരുപാട് ഇവിടുത്തെ കലോത്സവങ്ങളിലും ഒക്കെ പല പല എന്താ പറയുക, മാപ്പിളപ്പാട്ട് തൊട്ട് ലൈറ്റ് മ്യൂസിക്, കർണാട്ടിക് ആൻഡ് ഹിന്ദി ലൈറ്റ് മ്യൂസിക്, ഇതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ ഫാമിലി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പേരൻസ് ആണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും. അപ്പം എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ ഇവിടെ നിന്നാണ് പാട്ട് എന്നുള്ളൊരു ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതും, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, എൻ്റെ ഒരു ഫോർമറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്. സാധാരണ ഇവിടെ പഠിച്ച കുട്ടികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഈ നമ്മുടെ സാധാരണ മലയാള പാട്ടുകളൊന്നും കേൾക്കാതെ വെസ്റ്റേൺ പാട്ടുകളോടാണ്, ആ രീതിയിലാണ് താല്പര്യം. എൻ്റെ എക്സ്പോഷർ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ കൂടുതലും കേട്ടിരുന്നത് ഹിന്ദി പാട്ടുകളും മലയാളം പാട്ടുകളൊക്കെ തന്നെയാണ്. ആ ഒരു സമയത്ത് നമ്മളിവിടെ വീട്ടിലും ഒക്കെ പ്ലേ ചെയ്തിരുന്നത് കൂടുതലും പഴയ പാട്ടുകൾ, ഹിന്ദി മലയാളമൊക്കെ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു എക്സ്പോഷർ ആ ഒരു രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു അപ്ബ്രിങ്ങിങ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ടിനോടൊപ്പം ഡബ്ബിങ്ങും അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നു. എങ്ങനെയാണ് അത് രണ്ടും കൂടെ ഡബ്ബിംഗ് എന്നുള്ള മേഖലയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഡബ്ബിംഗ് എന്നുള്ളതിലേക്ക് എത്തുന്നത്? വരഞ്ഞാവശ്യമുണ്ട് എന്നുള്ള സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. കല്യാണി പ്രിയദർശന് വേണ്ടിയിട്ടാണ്. അനൂപാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തുടക്കം അവിടെ നിന്നാണ്, ആ പടത്തിലൂടെയാണ്. പിന്നെ ബാക്കിയെല്ലാം പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ ഇതൊരു കരിയർ തന്നെയായി മാറും, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? പാട്ട് പാടുന്നതാണോ അല്ലെ ഡബ്ബിംഗ് ആ ഒരു മേഖലയാണോ? രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് എനിക്കൊരു പ്രയോറിറ്റി തന്നെയാണ്. അതാണ് എൻ്റെ പ്രൈമറി ഫോക്കസ്. പക്ഷേ രണ്ടും ഭയങ്കര അടിപൊളിയാണ്. രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് ആക്ച്വലി
പാട്ടെന്ന് പറയുമ്പം എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു സിനിമ എന്നാണെങ്കിൽ നമുക്ക് ആ സിനിമയോട് അടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കുറച്ച് ലിമിറ്റഡ് ആണ്. ഡിപ്പെൻസ്, അത് പ്രോജക്റ്റിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ ജസ്റ്റ് കമ്പോസർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ കമ്പോസർ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നമ്മൾ പാടുന്നു, പിന്നെ അവിടെ അത് കഴിഞ്ഞു. ഡബ് അങ്ങനെയല്ല. ഡബ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളുടെ പ്രോസസ്സായിരിക്കും, ഡിപ്പെൻഡിങ് അഗൈൻ ഓൺ ദ പ്രോജക്റ്റ്. ഇപ്പോൾ ക്യാരക്ടർ ഭയങ്കര ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്നൊക്കെയാണെങ്കിൽ, എസ്പെഷ്യലി കല്യാണിക്കൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിനൊക്കെ കുറച്ച് ദിവസം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബി എറ്റ് വരനെ ആവശ്യമുണ്ട്, ബ്രോഡാഡി ആണെങ്കിലും ആൻ്റണി ആണെങ്കിലും ഈ 3 പടങ്ങളിലും അത്യാവശ്യത്തിന് ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ പോയിട്ടാണത്, ഈവൻ സീതാരാമം, അപ്പം അതിലൊക്കെ കുറച്ചധികം ഡയലോഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ലോങ്ങർ പ്രോസസ്സാണ്. ഓക്കെ, ഇനി പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണുള്ളത്? ഇനി ഏത് മേഖലയിൽ കൂടുതൽ ഡബ്ബിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണോ? ഇപ്പോൾ സിനിമയിൽ എനിക്ക് ഓൾറെഡി ഞാൻ ചെയ്ത എല്ലാ വർക്കും റിലീസായി കഴിഞ്ഞു. ഇനി പുതിയത് എന്തെങ്കിലും വരും എന്ന വിശ്വാസത്തിലാണ്. അപ്പോൾ അതിപ്പോൾ പാട്ടാണെങ്കിലും ഡബ്ബാണെങ്കിലും ഐ വിൽ ബി വെരി ഹാപ്പി. ആൻഡ് അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഫോക്കസ്, പ്രൈമറി ഫോക്കസ് അല്ലെങ്കിൽ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് എൻ്റെ മ്യൂസിക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. തീർച്ചയായും ഇനിയും കൂടുതൽ പാട്ടുകൾ മലയാളത്തിനായി നൽകാൻ അനാമിക്ക് കഴിയട്ടെ. പ്രവാസി മലയാളികൾക്ക് പ്രത്യേകിച്ചും അഭിമാനമാകാൻ സാധിക്കട്ടെ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് ഇന്ത്യൻ ആർട്ട് ഫെഡറേഷൻ കുവൈറ്റിന്റെ സഹായധനമായ ആദ്യ ഗഡു 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി. സംഘടനയുടെ പ്രതിനിധി ബോണി കുര്യൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് ചെക്ക് കൈമാറി. ചെയർമാൻ പ്രേമൻ ഇല്ലത്ത്, ജനറൽ സെക്രട്ടറി ലിയോ കിഴക്കൈവിടൻ എന്നിവരും പങ്കെടുത്തു. ഖത്തറിലെ മലയാളി ദമ്പതികളുടെ SMA രോഗബാധിതയായ മകൾ മൽഖ റൂഹിക്കായുള്ള ചികിത്സാ സഹായധന ക്യാമ്പയിൻ ലക്ഷ്യം കണ്ടു. ഖത്തറിലെ പ്രവാസി മലയാളികളും ഖത്തർ ചാരിറ്റിയും 5 മാസം കൊണ്ടാണ് മരുന്നിനായി 17.13 കോടി രൂപ സമാഹരിച്ചത്. പിന്നാലെ ഓൺലൈൻ വഴിയുള്ള ധനശേഖരണം അവസാനിപ്പിച്ചു. ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ധനസമാഹരണത്തിന് തുടക്കമിട്ടത്. പാലക്കാട് മേപ്പറമ്പ് സ്വദേശികളായ മുഹമ്മദ് റിസാൽ, നിഹാല ദമ്പതികളുടെ മകളാണ് 9 മാസം പ്രായമുള്ള മൽഖ റൂഹി. 2ാം മാസത്തിലാണ് കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത്. മരുന്നെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ധനശേഖരണത്തിന് നേതൃത്വം നൽകിയവർ അറിയിച്ചു. വിപുലമായ ഓണാഘോഷ പരിപാടികളുമായി US-ലെ ഗ്രേറ്റർ അറ്റ്ലാന്റ മലയാളി അസോസിയേഷൻ ഫോർസിത് കൗണ്ടിയിലെ ഫോക്കൽ സെന്ററാണ് ഇക്കുറി ആഘോഷങ്ങൾക്ക് വേദിയാകുന്നത്. ഓണം വിരുന്നെത്തുന്നതോടെ ആഘോഷങ്ങൾ കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളി സംഘടനകൾ. ആർപ്പുവിളിയും ആരവങ്ങളുമായി പ്രവാസി മലയാളികളും കാത്തിരിപ്പിലാണ്. സെപ്റ്റംബർ 7-നാണ് ഏകദേശം 3000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഗാമയുടെ ഓണാഘോഷ പരിപാടി ആരവത്തിന് കൊടിയേറുന്നത്. 1981 സ്ഥാപിതമായ ഗ്രേറ്റർ അറ്റ്ലാന്റ മലയാളി അസോസിയേഷൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും പഴയതും വലുതുമായ ഇന്ത്യൻ പ്രവാസി സംഘടനകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തമാണ് സംഘാടകരുടെയും പ്രതീക്ഷ. ആഘോഷ പരിപാടികൾ വൻ വിജയമാക്കാൻ എല്ലാ മലയാളി അറ്റ്ലാന്റ നിവാസികളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നതായി 2024 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. പ്രസിഡന്റ് സജി പിള്ളൈ, സെക്രട്ടറി സുബി ബാബു എന്നിവർ നേതൃത്വം നൽകുന്ന 13-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഗാമയുടെ ഓണാഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇനി ആർപ്പുവിളിയും ആരവങ്ങളുമായി ഗാമയുടെ ഓണമുറ്റത്തു കാണാം. മീനു ചെലാടൻ, 24 USA. UAE-യിൽ ഓണം കളക്ഷൻസുമായി പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ തനിഷ്ക് ഓണത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് പ്രത്യേകമായി തയ്യാറാക്കിയ ആഭരണ ശേഖരം UAE-യിലെ ഷോറൂമുകളിൽ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിന്റെ ദേശീയോത്സവത്തിന്റെ മനോഹരമായ സാംസ്കാരിക പൈതൃകം ഉൾക്കൊണ്ടാണ് പുതിയ ആഭരണ ശേഖരം തനിഷ്ക് പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ദേശീയോത്സവത്തിനുള്ള ആദരവാണിതെന്ന് ടൈറ്റാൻ ഇന്റർനാഷണൽ CEO കുരുവിള മാർക്കോസ് പറഞ്ഞു. ഇത് ഓണത്തിനായിട്ട് ചെയ്തതല്ല. ആക്ച്വലി ഇതിൻ്റെ ഒറിജിൻ വാസ് ദാറ്റ് we wanted to increase Tanishq's presence and desirability for Malayalis. അത് കാരണം and ദുബായിൽ or UAE-യിൽ വന്നപ്പോൾ തൊട്ട് one of the things that we realized is that ഇവിടുത്തെ ലാർജസ്റ്റ് കസ്റ്റമർ ഗ്രൂപ്പ് അല്ലെ എത്നിസിറ്റി ഗ്രൂപ്പ് മലയാളീസ് ആണ്. അപ്പം അവരെ നമ്മൾ നല്ലതായിട്ട് സെർവ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് നടത്താനോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അത് കാരണം we said that we have to make ourselves acceptable and have more products for Malayalis. അങ്ങനെ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്.
തനിഷ്കിൻ്റെ റെലവൻസ് മലയാളികളുടെ ഇടയിൽ കുറച്ചുകൂടെ കൊണ്ടുവരാനും കുറച്ചുകൂടെ കൂട്ടാനുമായിട്ടും. വള്ളംകളി, മോഹിനിയാട്ടം, ഹൗസ് ബോട്ടുകൾ, ഗജവീരന്മാരെ എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്ര തുടങ്ങി കേരളത്തിന്റെ മനോഹര കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിയതാണ് ഡിസൈനുകൾ. കേരളത്തിന്റെ പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ശേഖരം ഒരുക്കിയിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. യുഎയിലെ എല്ലാ തനിഷ്ക് സ്റ്റോറുകളിലും ഒപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഓണം കളക്ഷൻ ലഭ്യമാകും. അതോടൊപ്പം ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്ക് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ദുബായ്. പ്രീതി ചിറ്റടിമേലിന്റെ കഥാസമാഹാരം ആവർത്തനം പ്രകാശനം ചെയ്തു. കറന്റ് ബുക്സാണ് പ്രസാധകർ. അവതാരകയും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് പുസ്തകം പ്രകാശനം ചെയ്തു. 6 ചെറുകഥകൾ ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം 30-നകം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കുറ്റമറ്റ രീതിയിൽ നടത്തണമെന്നുള്ളത് കൊണ്ടാണ് കാലതാമസമുണ്ടാകുന്നത് എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. അതേസമയം ഉരുൾപൊട്ടലിന്റെ പ്രഭവകേന്ദ്രമായ പുഞ്ചിരിമട്ടം ഇനി സുരക്ഷിതമല്ല എന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകി. മുണ്ടക്കൈയിലും ചൂരൽമലയിലും കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളുണ്ടെന്നും പുഞ്ചിരിമട്ടം സുരക്ഷിതമല്ലെന്നുമാണ് വിദഗ്ധ സംഘത്തിന്റെ പ്രധാന കണ്ടെത്തൽ. ടൗൺഷിപ്പിന് വേണ്ടി സർക്കാർ 8 സ്ഥലങ്ങളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതിക്ക് കൈമാറിയിരുന്നു. ഇതിൽ 5 ഇടങ്ങൾ സുരക്ഷിതമെന്നും റിപ്പോർട്ടിലുണ്ട്. താൽക്കാലിക പുനരധിവാസം ഈ മാസം 30-ന് പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. നിലവിൽ 35 കുടുംബങ്ങൾ മാത്രമാണ് 4 ക്യാമ്പുകളിലായുള്ളത്. അടുത്ത വ്യാഴാഴ്ച ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന 3 സ്കൂളുകൾ തുറക്കും. സ്വയം വീടുകൾ കണ്ടെത്തിയവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടറെ ബന്ധപ്പെടാമെന്നും റവന്യൂ മന്ത്രി. 30-ാം തീയതിയാണ് ആദ്യ ദിവസം തന്നെ ഇന്ന് പുനരധിവാസം താൽക്കാലികമായി പൂർത്തിയാകും എന്ന് പറഞ്ഞവരോടൊക്കെ ഞങ്ങൾ മന്ത്രിസഭാ സമിതി അംഗങ്ങളും കളക്ടറും പറഞ്ഞിരുന്ന ഒരു തീയതി 30-ാം തീയതിക്ക് മുമ്പ് പരമാവധി ശ്രമിക്കും എന്നാണ്. അത്ര പോകേണ്ടി വരില്ല. 27-28 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ പ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ലെന്നും സേനകളുടെ സാന്നിധ്യമുണ്ടെന്നുമാണ് സർക്കാർ പറയുന്നത്. ടൗൺഷിപ്പിന്റെ ആദ്യ നടപടികളിലേക്ക് സർക്കാർ കടന്നുകഴിഞ്ഞു. പക്ഷേ ഈ താൽക്കാലിക പുനരധിവാസത്തിലുള്ള മെല്ലെപ്പോക്കിന് കൂടി അടിയന്തര പരിഹാരമുണ്ടാകണം. ടീം 24 വയനാട്. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ച് നേരിടാൻ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമുണ്ടാക്കി മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ജമ്മു കശ്മീരിൽ സന്ദർശനം നടത്തി. ജമ്മു കാശ്മീരിലെത്തിയ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നാഷണൽ കോൺഫറൻസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാനുള്ള തീരുമാനം നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചത്. സീറ്റ് വിഭജനത്തിലുൾപ്പെടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് പ്രവർത്തകരുമായും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സംവദിച്ചു. കാശ്മീർ ജനതയെ താൻ സ്നേഹിക്കുന്നുവെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നും രാഹുൽ. ये पूरा का पूरा एक परिवार है. जहां भी हमारी जरूरत हो, जब भी आपको हमारी जरूरत पड़े, बस आपको ऑर्डर देना है, हम हाजिर हो जाएंगे. जम्मू और कश्मीर के लोगों से, युवाओं से मैं कहना चाहता हूं, नफरत के बाजार में मोहब्बत की दुकान खोलनी है. ബിജെപിയും ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം ഊർജിതമാക്കി. ഇന്ന് ചേർന്ന ബിജെപി പാർലമെന്ററി കമ്മിറ്റി സാഹചര്യം വിലയിരുത്തി. വിനീത VG 24 ഡൽഹി. മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ വിമാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെ 8:10 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ട എയർ ഇന്ത്യ 657 വിമാനത്തിലായിരുന്നു ബോംബ് ഭീഷണി. വിമാനത്തിൽ ബോംബുണ്ടെന്ന സന്ദേശം പൈലറ്റിന് ലഭിച്ചത് ശുചിമുറിയിൽ നിന്ന്. ബോംബ് ഇൻ ഫ്ലൈറ്റ് എന്നെഴുതിയ ടിഷ്യൂ പേപ്പറാണ് കിട്ടിയത്. 7:30 പൈലറ്റിന്റെ സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ ലഭിച്ചു. 135 യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിന് 15 മിനിറ്റിനുള്ളിൽ അടിയന്തര ലാൻഡിംഗ്. ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ആഭ്യന്തര ടെർമിനലിൽ എത്തിച്ചു. വലിയതുറ പോലീസ് അന്വേഷണം തുടരുകയാണ്. ബാത്റൂമിലകത്ത് എല്ലിട്ടുണ്ടായിരുന്നു. അത് അന്വേഷണം നടക്കുന്നുണ്ട്. വിമാനത്തിലെ യാത്രക്കാരെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. എയർ ഹോസ്റ്റസ് വന്നിട്ട് ബാഗേജ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞു. എല്ലാവരുടെയും ബാഗേജ്, ക്യാബിൻ ബാഗേജ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞു. എല്ലാവരും അവരുടെ ബാഗേജ് ഐഡൻറ്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 7:45 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ നമ്മൾ വെളിയിലോട്ട് എല്ലാവരും ഇരിക്കാൻ തന്നെ പറഞ്ഞു. കാര്യം സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആയിരുന്നു.
ആരും എണ്ണീക്കരുതെന്ന് പറഞ്ഞു. അന്നേരമാണ് പൈലറ്റ് അനൗൺസ് ചെയ്ത് ദർ ഇസ് എ സെക്യൂരിറ്റി ഇഷ്യൂ, ദർ മേ ബി സ്ലൈറ്റ് ഡിലേ. ശുചിമുറിയിൽ നിന്ന് ലഭിച്ച സന്ദേശം വ്യാജമെന്നാണ് പോലീസ് നിഗമനം. വിമാനത്തിന്റെ തിരിച്ചുള്ള സർവീസ് റദ്ദാക്കിയതിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.